ശ്രീ അധ്യാത്മരാമായണ നിത്യപാരായണം കടലായി ശ്രീകൃഷ്ണൻ്റെ തിരുസന്നിധിയിൽ ഇന്ന് ആരണ്യകാണ്ഡത്തിലെ സീതാന്വേഷണമാണ് പാരായണം ചെയ്യേണ്ടത്. ഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടി എല്ലാവർക്കും എല്ലാവിധ നന്മയും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് രാമായണ സ്തുതി സ്തോത്രങ്ങൾ. ഓം തത്സത്. ഓം സാനന്ദരൂപം സകലപ്രബോധം ആനന്ദദാനാമൃതപാരിജാതം മാനുഷ്യപത്മേശ്വരവിസ്വരൂപം പ്രണാമി തുഞ്ചത്താചാര്യപാദം. കൂജന്തം രാമ രാമേതി മധുരം മധുരാത്മകം അരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകികോകിലം. ശ്രീരാമചന്ദ്രചരണോ മനസാ സ്മരാമി, ശ്രീരാമചന്ദ്രചരണോ വചസാ ഗൃണാമി, ശ്രീരാമചന്ദ്രചരണോ മനസാ ശിരസാ നമാമി, ശ്രീരാമചന്ദ്രചരണോ ശരണം പ്രപദ്യേ. ലോകാഭിരാമം രണരംഗധീരം ആജീവനേത്രം രഘുവംശനാഥം കാരുണ്യരൂപം കരുണാകരം തം ശ്രീരാമചന്ദ്രം ശരണം പ്രപദ്യേ. ശ്രീരാഘവം ദശരഥാന്വയമപ്രമേയം സീതാപതിം രഘുകുലാന്വയരത്നദീപം യഥാക്ഷം രാമം നിശാചരവിനാശകരം നമാമി. അതുലിതബലധാമ സ്വർണശൈലാവദേഹം ധനുജവനകശാനാം ജ്ഞാനിനാമഗ്രഗണ്യം സകലഗുണനിധാനം വാനരാണാമധീശം രഘുപതിവരദൂതം വാദജാതം നമാമി. രഘുകുലവരദൂതം രഘുപതിവരദൂതം വാദജാതം നമാമി. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ, ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ, ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ, ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ, ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ, ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ, ശ്രീരാഘവാത്മ രാമ ശ്രീരാമ രമാപദേ, ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളി പെണ്ണെ, ശ്രീരാമചരിതം നീ ചൊല്ലിടൂ മടിയാതെ. ശാരിക പൈതൽ താനും വന്നിച്ചു വന്ദ്യന്മാരെ, ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. ജാനകി ജീവനസ്മരണം ജയ ജയ രാമ രാമ. ഇന്ന് അധ്യാത്മരാമായണ നിത്യപാരായണം 16ാമത്തെ ദിവസം, കർക്കിടകം 15-ാം തീയതി. ഓം തത്സത്. ആരണ്യകാണ്ഡത്തിലെ സീതാന്വേഷണ അധ്യായം. കിഷ്കിന്ധാകാണ്ഡ മറന്നുപോയി. കിഷ്കിന്ധാകാണ്ഡത്തിലെ സീതാന്വേഷണ അധ്യായം. ഓം തത്സത്. ഭക്തിപരവശനായ സുഗ്രീവനും ഭക്തപ്രിയനോടുണർത്തിച്ചിത. നേരത്തെ അങ്ങനെ അരണ്യകാണ്ഡെന്ന് പറഞ്ഞല്ലേ. കിഷ്കിന്ധാകാണ്ഡത്തിലെ സീതാന്വേഷണ യോഗം. ഓം തത്സത്. ഭക്തപരവശനായ സുഗ്രീവനും ഭക്തപ്രിയനോടുണർത്തിച്ചിതന്നേരം വന്നു നിൽക്കുന്ന കവികുലത്തെ കനിഞ്ഞുന്നു തൃക്കൺ പാർത്തരുളേണമാതരാൽ. തൃക്കാൽക്കൽ വേല ചെയ്തിടുവാൻ തക്കൊരു മർക്കട വീരരി കാണായതൊക്കവേ. നാനാകുല ജല സംഭവന്മാരിവർ, നാനാസരിദ്വീപശൈല നിവാസികൾ, പർവ്വത തുല്യ ശരീരികളേവരും ഉർവീപദേ കാമരൂപികൾ എത്രയും. ഗർവം കലർന്ന നിശാചരന്മാരുടെ ദുർവീര്യമെല്ലാം അടക്കുവാൻ പോന്നവർ, ദേവാംശ സംഭവന്മാരിവരാകയാൽ ദേവാരികളെ ഒടുക്കുമിവരിനി. കേജിൽ ഗജബലന്മാരിതീരുണ്ടുതാൻ, കേജിൽ ദശശക്തിയുള്ളോരുണ്ട്, കേജിതമിത പരാക്രമമുള്ളവർ,
കേജിൻ മൃഗേന്ദ്ര സമന്മാരറിഞ്ഞാലും കേജിൻ മഹേന്ദ്ര നീലോൽപല രൂപികൾ കേജിൽ കനക സമാന ശരീരികൾ കേജന രക്താന്ത നേത്രം ധരിച്ചവർ കേജന ദീർഘവാലന്മാരതപ്പരെ ശുദ്ധസ്ഫടിക സംഘാശ ശരീരികൾ ശുദ്ധവൈദഗ്ധ്യമിവരോളമില്ലാർക്കും നിങ്കഴൽ പങ്കജത്തിങ്കലുറച്ചവർ സംഖ്യയില്ലാതോളമുണ്ടു കബീബലം മൂലഫലതല പക്വാസനന്മാരായി ശീലഗുണമുള്ള വാനരന്മാരിവർ താവകാജ്ഞാകാരികളെന്നു നിർണയം ദേവദേവേശ രഘുകുല പുങ്കവ വൃക്ഷകുലാധിപനായുള്ള ജാമ്പവാൻ പുഷ്കര സംഭവ പുത്രനിവനല്ലോ കോടിപല്ലൂക വൃന്ദാധിപതി മഹാ പ്രൗഢമതി ഹനുമാനിവനെന്നുടെ മന്ത്രിവരൻ മഹാസത്വ പരാക്രമൻ ഗന്ധവാഹാത്മജ നീശാംശ സംഭവൻ നീലൻ ഗജൻ ഗവയൻ ഗവാക്ഷൻ ദീർഘ പാലതി പൂണ്ടവൻ മൈന്ദൻ വിവീതനും കേസരൻ മാരുതി താൻ മഹാബലി വീരൻ പ്രമാദി ശരഭൻ സുഷേണനും ശൂരൻ സുമുഖൻ ദതിമുഖൻ ദുർമുഖൻ ശ്വേതൻ വലിമുഖനും ഗന്ധമാതനൻ താരൻ വൃഷഭൻ നളൻ വിനോദൻ മമ താരാതനയനാമംഗതനിങ്ങനെ ചൊല്ലുള്ള വാനര വംശരാജാക്കന്മാർ ചൊല്ലുവാനാവതല്ലാതോളമുണ്ടല്ലോ വേണ്ടുന്നതെന്തെന്നിവരോടരുൾക നീ വേണമെന്നാൽ ഇവർ സാധിക്കുമൊക്കവേ സുഗ്രീവവാക്യമിത്തം കേട്ടു രാഘവൻ സുഗ്രീവനെ പിടിച്ചാലിംഗനം ചെയ്തു സന്തോഷപൂർണാസു നേത്രാംബുജത്തോടും അന്തർഗതമരുൾ ചെയ്തിതു സാദരം മൽക്കാരി ഗൗരവം നിങ്കലേ നിർണയം ഉൾക്കാമ്പിലോർത്തു കർത്തവ്യം കുരുഷ്വ നീ ജാനകി മാർഗണാർത്ഥം നിയോഗിക്ക നീ വാനര വീരരേ നാനാദിശീസകേ ശ്രീരാമവാക്യാമൃതം കേട്ടു വാനര വീരനയച്ചിതു നാലു ദിക്കിങ്കലും 100,000 കബീവീരന്മാർ പോകണം ഓരോ ദിശി പടനായകന്മാരോടും പിന്നെ വിശേഷിച്ചു ദക്ഷിണ ദിക്കിന ഉന്നതന്മാർ പലരും പോയി തിരയണം അങ്കദൻ ജാമ്പവാൻ മൈന്ദൻ വിവീതനും തുങ്കൻ നളനും ശരഭൻ സുഷേണനും വാതാത്മജൻ ശ്രീ ഹനുമാനുമായി ചെന്നു വാതയൊഴിഞ്ഞുടൻ കണ്ടുവന്നിടണം അത്ഭുതഗാത്രിയെ നീളെ തിരഞ്ഞിങ്ങു 30 നാളീനകത്തു വന്നിടണം ഉൽപ്പല പത്രാക്ഷി തന്നെയും കാണാതെ 30 നാൾ കഴിഞ്ഞിങ്ങു വരുന്നവൻ പ്രാണാന്തികം ദണ്ഡമാശു ഭുജിക്കണം ഏണാംഗശേഖരൻ തന്നാണി നിർണയം 4 കൂട്ടത്തോടും ഇത്തം നിയോഗിച്ചു കാലമേ പോയാലുമെന്നയച്ചിടിനാൻ രാഘവൻ തന്നെ തൊഴുതു തിരികെ ചെന്നു ഭാഗവതോത്തമനുമിരുന്നിടിനാൻ ഇത്തം കവികൾ പുറപ്പെട്ട നേരത്തു ഭക്ത്യാ തൊഴുതിതു വായുതനയനും അപ്പോൾ അവനെ വേറെ വിളിച്ചാതരാൽ അത്ഭുത വിക്രമൻ താനും അരുൾ ചെയ്തു മാനസേ വിശ്വാസമുണ്ടാവതിന്നു നീ ജാനകി കയ്യിൽ കൊടുത്തിടുകൂ സഖേ രാമനാമാങ്കിത മാമംഗുലീയകം ഭാമിനിക്കുള്ളിൽ വികൽപ്പം കളവാനായി എന്നുടെ കാര്യത്തിനോർക്കിൽ പ്രമാണം നീ എന്നിയെ മറ്റാരുമില്ലെന്നു നിർണയം പിന്നെ അടയാള വാക്കുമരുൾ ചെയ്തു മന്നവൻ പോയാലും എന്നയച്ചിടിനാൻ ലക്ഷ്മി ഭഗവതിയാകിയ സീതയാം പുഷ്കര പത്രാക്ഷിയെ കൊണ്ടുപോയൊരു രക്ഷോവരന രാവണൻ വാഴുന്ന ദക്ഷിണ ദിക്കു നോക്കി കവി സഞ്ജയം ലക്ഷവും വൃത്രാദിപുത്ര തനയനും പുഷ്കര സംഭവ പുത്രനും നീലനും പുഷ്കര ബാന്ധവ ശിഷ്യനും മറ്റുള്ള മർക്കട സേനാപതികളുമായി ധൃതം നാനാനഗര നഗര ഗ്രാമദേശങ്ങൾ നാനന രാജ്യങ്ങളിലും കഥാ തത്രൈവ തിരഞ്ഞതി സത്വരം നീളെ നടക്കും ദശാന്തരെ ഗന്ധവാഹാത്മജനാദികളൊക്കവേ വിന്ധ്യാചലാടവി പൊക്കു തിരയുമ്പോൾ ഘോര മൃഗങ്ങളെയും കൊന്നു തിന്നതി ക്രൂരനായൊരു നിശാചര വീരനെ കണ്ടു വേഗത്തോടടുത്താരിദൂദശ കണ്ടനെന്നോർത്തു കബീവരന്മാരെല്ലാം നിഷ്ഠൂരമായുള്ള മുഷ്ടിപ്രഹാരേണ ദുഷ്ടനെ പെട്ടെന്ന് നഷ്ടമാക്കിയിടിനാൻ പങ്ക്തിമുഖനല്ലിവനെന്നു മനസ്സെ ചിന്തിച്ചു പിന്നെയും വേഗേന പോയവർ ജാനകി ജീവനസ്മരണം ജയ ജയ രാമ രാമ. നാളെ 5 മണിക്ക് വരണം. നാളെ 4, 5, 5:15
അല്ല 5:15 നീടൊക്കെ തുടങ്ങി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് അവിടെ തുടങ്ങിയിട്ട് വരാൻ പറ്റും. 28-ാം തീയതി കൃഷ്ണപ്പാട്ട് സമ്പൂർണ്ണം ഇവിടെ വെക്കാൻ നോക്കാം. കൃഷ്ണഗാഥ സമ്പൂർണ്ണം 28 ഇന്ന് നിറയാം. നിറയേണ്ട കിട്ടുന്നു. ജോത്സ്യൻ്റെ ഇതിന് കുടിപ്പന കഴിച്ചു. പുത്തരി 28-ാം തീയതി വ്യാഴാഴ്ച നോക്കാം. നമുക്ക് അന്ന് പറയുന്നില്ലാത്തപ്പോൾ ശ്രദ്ധിക്കാം. അത്യാവശ്യം വന്നാൽ പിന്നെ വരാൻ പറ്റില്ല. അന്യോന്യമൊത്തുകയും പിടിച്ചാകുലാക്കിനോടും നടന്നുപോയി ചെന്നാരദീപദൂരന്തത്ര കണ്ടിതു മുന്നിലും മാറുതി ധന്യദേശസ്ഥലം സ്വർണ്ണമയം മനോമോഹനം കാണവർ കണ്ണിനുമേറ്റം അനന്തകരം പരം വായുകളും തൂമണിമയ വാരിലാപൂർണകളായി അതീവ വിശദമായി പക്വഫലങ്ങളാൽ നമ്രങ്ങളായുള്ള വൃക്ഷങ്ങളും കൽപ്പദ്രമതുല്യമായി പീയൂഷസാമ്യമധുരോ മധുദ്രോണ സംഗീത പേയപക്ഷാന സൈതങ്ങളായുള്ള പരിഭൂഷിതങ്ങളായി വസ്ത്രരത്നാദി പരിഭൂഷിതങ്ങളായി മാനസമോഹനമായ ദിവ്യസ്ഥലം ആരോജിതം ദേവഗേഹോപമം പാവനയായ മഹാഭാഗയെ കണ്ടു ദർശനീ സന്തോഷപൂർണ്ണ മനസ്സോട് ഭക്തിയും പിരിയും കൊണ്ടുവണങ്ങിനാർ. ശാഖാമുഖങ്ങളെ കണ്ടു മോദം കൊണ്ടു യോഗിനീരാനും അവരോട് ചൊല്ലിനാൾ, നിങ്ങൾ ആരാകുന്നതെന്നോ പറയണം, ഇങ്ങു വന്നിടുവാൻ മുഴുവൻ ചൊല്ലണം. എങ്ങനെ മാർഗമറിഞ്ഞവർ എന്നതും എങ്ങനെ പോകുന്നതെന്നും പറയണം എന്നിവ കേട്ടൊരു വായുധനേനും നന്നായി വണങ്ങി വിനീതന ചൊല്ലിനാർ. വൃത്താന്തമൊക്കവേ കേട്ടാലുമെങ്കിലോ സത്യമൊഴിഞ്ഞു പറയുമാറില്ല ഞാൻ. ഉത്തരകോസലത്തിങ്കൽ അയോധ്യൻ ഉത്തമമായുണ്ടൊരു പുരിത്തൻ ഭൂതലേ. തത്രയോണോ ദശരഥനങ്ങൾ പുത്രവും ചമഞ്ഞിരു നാളുടെ നാരായണ സമൻ ജട്ടൻ അവർകൾ ശ്രീരാമനാകുന്നതെന്നും അറിഞ്ഞാലും സാധാരണയാ വനവാസാർത്ഥമായവൻ രാധാവിനോടും ജനകാത്മനിയായ ശ്രീവിയം പത്നിയോടും വിപിന സ്ഥലേ മൂലേന വാഴുന്ന കാലമൊരു ദിനം ദുഷ്ടനായുള്ള ദശാസ്യ നിശാചരൻ കട്ടുകൊണ്ടാശുപോയിരിനാൻ പത്നിയെ. രാമനും ലക്ഷ്മണനാകും അനുജനും ഭാമിനി തന്നെ തിരഞ്ഞു നടക്കുമ്പോൾ അക്കാത്മജനായ സുഗ്രീവനെ കൊണ്ട് സഖ്യവും ചെയ്തു അന്യോന്യമായി എന്നതിന് അഗ്രജനാകിയ ഭാവിയെ കൊണ്ട് സുഗ്രീവൻ രാജ്യവും നൽകിനാൻ. ശ്രീരാമനും അതിന് പ്രത്യുപകാരമായി ആരഞ്ഞു സീതയെ കണ്ടു വരീകനും വാനരനായകനായ സുഗ്രീവനും വാനരന്മാരെ അയച്ചിതെല്ലാടവും ദക്ഷിണ ദിക്കിൽ അന്വേഷിപ്പതിന് 100,000 കവിവരന്മാരുണ്ട്. ഞങ്ങളും ദഹംറിയാതെ ദൈവവശാലിയുടെ ദൈവയെ കാണായതും ഭാഗ്യമെത്രയും അരുന്നതും ഞങ്ങളെ കൂമറിഞ്ഞില്ല. നേരെ അരുതേക വേണമതും ശുഭേ യോഗിനീതാനും അത് കേട്ടവരോട് വേഗേന മന്ദസ്മിതം കൊണ്ടു ചൊല്ലിനാർ. പക്വഫലമൂലജാലങ്ങളൊക്കെ പറ്റി ചമടാപാനം ചെയ്തു തൃപ്തരായി ബുദ്ധി തെളിഞ്ഞു വരുവിനെന്നാൽ മമവൃത്താന്തമാതിയെ ചൊല്ലിത്തരുവൻ ഞാൻ എന്നത് കേട്ടവർ മൂലഫലങ്ങളും നന്നാൽ ബുദ്ധിച്ചു മധുപാനവും ചെയ്തു. ചിത്തം തെളിഞ്ഞു ദേവി സമീപം പുക്കുബുദ്ധഞ്ജലി കൊണ്ട് നിന്നോരനന്തരം ചാലസ്മിരൂപമനസ യോഗിനി മാരുതിയോട് പറഞ്ഞു തുടങ്ങിന. വിശ്വവിമോഹന രൂപിണിയാകിയ വിശ്വകർമാത്മജ ഹേമാമയോഹരി നൃത്തവേദം കൊണ്ട് സന്തുഷ്ടനാക്കിനാൾ. ശേഖരൻ തന്നെ യതുമൂലം ദിവ്യപുരാമിതം നൽകിനാൻ ഈശ്വരൻ. ദിവ്യവത്സരാണാമൃതായുധം ഉത്സവം കൂട്ടു വസിച്ചാളികാകുല തത്സരി ജ്ഞാനിയാനാശ്രയം കൃപ സന്തതം മോക്ഷമപേക്ഷിച്ചിരിപ്പോരു ഗന്ധർവപുത്രി കഥാ വിധികൽപ്പര. ബ്രഹ്മലോകം പ്രവേശിച്ചിരു ഹേമയും നിർമ്മലഗാത്രയും എന്നോട് ചൊല്ലിനാൻ. സന്തതം നീ തപസ്സും ചെയ്തിരിക്കേടോ ജന്തുക്കൾ അത്ര വരികയുമില്ലല്ലോ. ത്രേതായുഗേ വിഷ്ണുനാരായണൻ ഗുബീരാജനായിരുന്ന ശിവപുത്രനായി ഭൂഭാരനാശനാർത്ഥം വിപിനസ്ഥലെ ഭൂപതി സഞ്ചരിച്ചിരുന്ന ശാന്തനെ ശ്രീരാമപത്നിയെ കട്ടുകൊള്ളും അതിപുരനായിരുന്ന ശാനകാലം
ജാനകി ദേവിയെ അന്വേഷണത്തിനായി ബാലന്മാവനും മഹാമന്ദിരെ സൽക്കരിച്ചീടവരെ പ്രീതിമോഹിനി മക്കളന്മാർക്ക് ഉപകാരവും ചെയ്തു പോയി. ശ്രീരാമദേവനെ കണ്ടു വണങ്ങുക. നാരായണസ്വാമി തന്നെ കുത്തമൻ ഭക്ത്യാപരേനെ തുരിച്ചാൽ വരും തവ മുക്തിപര യോഗി ഗമ്യം സനാതനം ആകിയാൽ ഞാനിനെ ശ്രീരാമദേവനെ വേഗേനെ കാണുന്നതിനായി കൊണ്ടുപോകുന്നു. നിങ്ങളെ നേരെ പെരുവഴി കൂട്ടുവൻ. നിങ്ങളെല്ലാവരും കണ്ണടച്ചെടുവൻ. ചിത്തം തെളിഞ്ഞവർ കണ്ണടച്ചെഴുതാ സത്വരം പോവ സ്ഥിരാടകി ദുഃഖിതു ചിത്തവും വിചിത്തം ചിത്തമെന്നോത്തവർ പദ്ധതിയോടെ നടന്നു തുടങ്ങിനാർ. ജാനകി ജീവനസ്മരണം ജയ ജയ രാമ രാമ. യോഗിനിയും വാസമുപേക്ഷിച്ചു യോഗേശ സന്നിധി പൂക്കളതിദ്രുതം ലക്ഷ്മണ സുഗ്രീവ സേവിതനാകിയ ലക്ഷ്മീശനെ കണ്ടു കൃത്യ പ്രദക്ഷിണം ഭക്ത്യാ സഗദ്ഗതം രോമാഞ്ച സംയുതം നത്വാ മുഹുർമുഹു സ്തുത്വാ ബഹുവിധം ദാസീതവാഹം രഘുപതേ രാജേന്ദ്ര വാസുദേവ പ്രഭോ രാമേകായിരം സംവത്സരം തവ ധാന്യേന നിത്യം തപസ്സു ചെയ്തിടിനെ ആദ്യനായൊരു ഞാൻ വായിച്ചോളൂ. ഭാഗവതന്മാർത്തിയോഗാത്തമായി ലോകേശമുഖ്യമരംഗർത്തിക്കയാൽ ഭൂമിയിൽ വന്നവതീർണനാഥനെ താമസിയായ ഷോന്ന് പറയല്ല തങ്കച്ചി, പറ്റുന്നത്ര വരുക. 4-ാം തീയതി ഷോ എന്ന് പറയുന്നു. അവനെ കൊണ്ടാവുന്ന പോലെ ചെയ്യും. നിർബന്ധമൊന്നുമില്ലല്ലോ ഒന്നിനും നിർബന്ധമില്ലല്ലോ. സാധിപ്പിച്ചു തരട്ടെ. ഇത്രയല്ലേ വേണ്ടു ഈശ്വര. അവർക്ക് നമ്മൾ ശ്രമിക്കുക. ഷോ എന്ന് പറയാനേ പാടില്ല. നാളെ 5 മണിക്ക് 5:15 പറഞ്ഞു. എല്ലായിടത്തും പോയ പോലെ തന്നെ പ്രത്യേകം നിങ്ങളൊക്കെ ഒരാൾക്കാൾ ശ്രദ്ധിക്കണം. കഴിയുന്ന പോലെ ചെയ്യുക. ദേവദിവ്യന്മനുജാതികളിൽ ജനിച്ചേവമാദ്യങ്ങളാ കർമ്മങ്ങൾ ചെയ്യുവതും നിന്മഹാമായ വിളംബനം നിർണയം കൽമഷഹീന കരുണാനിധേ വിഭോ മേദിനി തന്നിൽ വിധിപ്രവേശത്തോടും ജാതനായി കർമ്മങ്ങൾ ചെയ്യുന്നതും ഭവാൻ ഭക്തരായുള്ള ജനങ്ങൾക്കു നിത്യവും കൊൽക്കഥാ പീയൂഷപാന സിദ്ധിക്കുന്നു. ചൊല്ലുന്നിതു ചിലർ മറ്റു ചിലരിക ചൊല്ലുന്നിതു ഭുവി കോസല ഭൂപതി തന്നെ ഘോര തപോബല സിദ്ധയെ നിർണയമെന്നു ചിലർ പറയുന്നിതു കൗസല്യയായി പ്രാർത്ഥനായി ഭാഗ്യസിദ്ധിക്കുന്നിതു ചിലർ സൃഷ്ടാവു താനപേക്ഷിക്കയാൽ നിശാചര വംശമൊടുക്കുവാൻ ഭക്തനായി വന്നു പിറന്നിതു നിർണയം പൃഥ്വിയിലെന്നു ചിലർ പറയുന്നിതു ഭൂപാലപുത്രനായി വന്നു പിറന്നിതു ഭൂപാലനാശനത്തിനു ചിലർ ധർമ്മത്തെ രക്ഷിച്ച ധർമ്മത്തെ നീക്കുവാൻ കർമ്മസാക്ഷി കുലത്തിങ്കൽ പിറന്നിതു നിഗ്രഹിച്ചെന്നു ദേവകളെ വായിച്ചു കൊള്ളുവാൻ എന്നു ഒന്നും തിരിച്ചറിയാവതുമല്ലവേ യാതൊരുത്തങ്ങൾ കഥകൾ ചൊല്ലുന്നതും ആദരവോട് കേൾക്കുന്നതും നിത്യമായി നീനും ഭവാനോർക്കെ കടന്നിടുവാൻ
കാണാമറിഞ്ഞിൻ പാദപങ്കേറുകം തൊന്മനാമായ ഗുണബന്ധയാകിയാൽ ചിന്മയമായ മകൾ സ്വരൂപത്തെ ഞാൻ എങ്ങനെയുള്ളവണ്ണം അറിഞ്ഞിടുന്ന എങ്ങനെ ചൊല്ലി സ്തുതിക്കുന്നത് ശ്യാമളം കോമളം ബാണധനുദ്ധരം രാമം സഹോദര സേവിതം രാഘവം സുഗ്രീവമുഖ്യ കവികുലസേവിതം അഗ്രേ ഭവന്തം നമസ്യാമി സാമ്പ്രതം രാമായ രാമഭദ്രായ നമോ നമഃ രാമചന്ദ്രായ നമസ്തേ നമോ നമഃ രാമായ രാമഭദ്രായ നമോ നമഃ രാമചന്ദ്രായ നമസ്തേ നമോ നമഃ ഇങ്ങനെ ചൊല്ലി സ്വയം പ്രഭയും വീണു മംഗലവാച നമസ്കരിച്ചിടിനാൻ മുക്തിപ്രദനായ രാമൻ പ്രസന്നനായി ഭക്തിയോടരുളി ചെയ്തു സന്തുഷ്ടനായ ഹംസഭക്തി കൊണ്ടെന്തോന്നു മനസ്സെ കാക്ഷിതം ചൊല്ലുനി എന്നതു കേട്ടവളും പറഞ്ഞിടിനാൾ ഇന്നു വന്നു മമ കാക്ഷിതമൊക്കവേ എത്ര മുദ്രാമി വസിക്കലും തന്മാലകത്തിയിളക്കമുണ്ടാകാതിരിക്കണം കടിസൂത്ര വിഭൂഷണ ശോഭിത രൂപം വസിക്കുമേ മാനസേ മറ്റെനിക്കേതുമേ വേണ്ട വരം ഇതോ പറ്റായി ദുസ്സംഗം ശ്രീരാമദേവനോട് ചാരുമന്ദസ്മിതം പുണ്ടരുളി ചെയ്തു ഏവം വൈത്തനിയത്തു മഹാഭാഗ്യ ദേവീ നിഭോഗമദര്യാശ്രമസ്ഥലെ തത്രയോ നിത്രമുള്ള ധ്യാനം ചെയ്തു നിത്രകളാകരം പഞ്ചമുദാത്മവും ചേരുമേ കൽപ്പരമാത്മവും കേവലി ഇരുജനന മരണദുഃഖങ്ങളും കൃത്വാരൂപമ വാക്യാമുദൈവം ആശ്രമസ്ഥലേ ശ്രീരാമദേവൻ ധ്യാനിച്ചിരുന്നുടൻ നാരായണപദം സ്ഥാപിച്ചിതവ്യയം ജാനകീ ജീവനസ്മരണം ജയ ജയ രാമ രാമ ഭക്തരസന്ധ്യം ദേവിയാരാണ്യം വൃക്ഷസന്ധേഷു വസിക്കും സാന്ദരി എത്ര ദിവസം കഴിഞ്ഞതെന്നും ധരാപുത്രിയെങ്ങുമേ കണ്ടുകിട്ടായികയും ചിന്തിച്ചു ഖേദിച്ചു താരാസുതൻ നിജബന്ധുക്കളായവരോട് ചൊല്ലിയിടിനാൻ പാതാളം ഉൾപ്പൊക്കുഴന്നു നടന്നു നാം ഏതുമറിഞ്ഞേല വാസരം പോയതും മാസമതീതമായി വന്നതും നിർണയം സുതയെ കണ്ട് അറിഞ്ഞതുമില്ല നാം രാജനിയോഗമനുഷ്ഠിയാതെ വൃത രാജധാനിക്കു നാം ചൊല്ലുകയും അന്നു താൻ നിഗ്രഹിച്ചിടും അതിനില്ല സംശയം സുഗ്രീവ ശാസനം ഫലമായി വരാ പിന്നെ വിശേഷിച്ച് ശത്രു തനയനാമെന്ന് വസിക്കും അതിനില്ലൊരന്തരം എങ്കിൽ അവനൊരു സമ്മതം എന്തുള്ളതെന്നെ രക്ഷിച്ചതു രാമൻ തിരുവടി രാമകാര്യത്തെയും സാധിയാതെ മാമക ജീവനും രക്ഷിക്കയില്ലവൻ മാതാവിനോട് സമാനയാകും നിജഭ്രാതാവ് തന്നെ ഭാര്യയെ നിസ്ത്രകം പ്രാപിച്ചു വാഴുന്ന വാനരപുങ്കവൻ ഭാവി ദുരാത്മാവിനന്ദര എന്തരുതാത്തതും കൽപ്പാർക്കദേശി ഗമിക്കുന്നതില്ല ഞാൻ ഇപ്പോഴിവിടെ മരിക്കുന്നതേയുള്ളൂ പല പ്രകാരവും നിങ്ങൾ പോയിക്കൊള്ളുമെന്ന് ചൊല്ലിക്കരയുന്ന നേരം കവികളും തുല്യദുഃഖേന ബാഷ്പവും തുടച്ചോട് ചൊല്ലി ഞാൻ എത്ര ഭാവത്തോടെ സത്വരം ദുഃഖിക്കരുതൊരു ജാതിയും ഇങ്ങനെ രക്ഷിപ്പതിനുണ്ട് ഞങ്ങൾ അറിവനെ ഇന്ന് നാം പോകുന്ന ഗുഹയിൽ അകമ്പൊക്കെ നന്നായി ചുരുക്കി വസിക്കാം വയം ചിരം സർവസൗഭാഗ്യ സമന്വിതമായ ഒരു ദിവ്യപുരമത് ദേവലോകോപം ആരാലും എല്ലാവരും നാളും ഭയം തുകേതാരേയ പോകനാം വൈകുരുദേവമേ അഗതം തന്നോടി വണ്ണം കവികുല പുങ്കവന്മാർ പറയുന്നത് കേൾക്കയാൽ ഇംഗിതജ്ഞൻ നയകോപിതൻ വാദജനംഗജനെ തൊഴുത കഴുകി പറഞ്ഞിട ഞാൻ എന്തൊരു വിചാരം യോഗ്യമല്ലിത അന്ധകാരങ്ങൾ നിനയായി വിനാരുമേ ശ്രീരാമനേറ്റം പ്രിയൻ ഭവാൻ എന്നുടെ ധാരാസുതനെന്നു തൻ മാനസേ സദാ പാരം വളർന്നൊരു വാത്സല്യമുണ്ടതു നേരെ ധരിച്ചില്ല ഞാൻ ഒഴിഞ്ഞാരുമേ സ്വാമി സ്വാമി
സൗമിത്രിയേക്കാൾ അഭിപ്രിയൻ നീ തവ സാമർഥ്യവന്തരു ഉള്ളത്തിലുണ്ടടോ പ്രേമത്തിനേതു മിളക്കമുണ്ടായവരാ ഹേമത്തിനുണ്ടോ നിറക്കേടകപ്പെടൂ ആകയാൽ ധീരിപ്പവാനൊരു നാളുമേ രാഘവൻ പക്കൽ നിന്നുണ്ടായി വരാത്തേ സഖാമൃഗാധിപനായ സുഗ്രീവനും ഭാഗവതോത്തമൻ വൈരമില്ലാരിലും വ്യാകുലമുള്ളിലുണ്ടാകരുതേതുമേ പത്മജാനന്ദനാ കേളിതം ജ്ഞാനന്ദവഹിതത്തിങ്കൽ പ്രസക്തനജ്ഞാനികൾ വാക്കു കേട്ടേതും ശ്രമിക്കൊല ഹാനി വരായ്വാൻ ഗുഹയിൽ വസിക്കുന്നു വാനരൗഖം പറഞ്ഞില്ലയോ ചൊല്ലുമേ രാഗവാസ്ത്രത്തിനഭേദ്യമായൊന്നുമേ ലോകത്രയത്തിങ്കിലില്ലെന്നറികനേ അല്പമതികൾ പറഞ്ഞു ബോധിപ്പിച്ചു ദുർബോധമുണ്ടായി ചമയരുതേതുമേ ആപത്ത് വന്നെടുത്തിടുന്ന കാലത്തു ശോഭിക്കയില്ലടോ സജ്ജന ഭാഷിതം ദുർജനത്തെക്കുറിച്ചുള്ള വിശ്വാസവും സജ്ജനത്തോട് വിപരീത ഭാവവും ദേവദ്വിജ കുലധർമ്മ വിദ്വേഷവും പൂർവബന്ധുക്കളിൽ വാച്ചോരു വൈരവും വർദ്ധിച്ചു വംശനാശത്തിനു കർത്തൃത്വവും തനിക്കായി വന്നുകൂടവേ അത്യന്തം രഹസ്യമായുള്ളോട് വൃത്താന്തമൻപോട് ചൊല്ലുവൻ കേൾക്കുന്നേ ശ്രീരാമദേവൻ മനുഷ്യനല്ലോർക്കിടൂ നാരായണൻ പരമാത്മാ ജഗന്മയൻ മായാ ഭഗവതി സാക്ഷാൽ മഹാവിഷ്ണുമായ സകല ജഗന്മോഹകാരിണി സീതയാകുന്നതും ലക്ഷ്മണനും ജഗധാധാരഭൂതനായുള്ള ശനീശ്വരൻ ശേഷൻ സ്വരൂപൻ ഭൂമിവേഷമായി വന്നു പിറന്നികൾ രക്ഷോഗണത്തോടൊരുത്രയരക്ഷ വരുത്തുവാൻ പണ്ടു വിരിഞ്ചനാൽ പ്രാർത്ഥിതനാകിയാൽ പാർത്ഥിവപുത്രനായി മാർത്താണ്ഡഗോത്രത്തിൽ ആർത്തപരായണൻ ശ്രീകണ്ഠദേവൻ ജനാർദ്ദനൻ മാധവൻ വൈകുണ്ഠവാസി മുകുന്ദൻ ദയാവരൻ ഭക്തനായി വന്നിങ്ങൾ ധരിച്ചിടനാൻ ദൃശ്യവർഗം നാം പരിചരിച്ചിടുവാൻ ഭർത്തൃ നിയോഗേന വാനര വേഷമായി പൃഥ്വിയിൽ വന്ന് പിറന്നിരിക്കുന്നതും പഴുതുനാമേറ്റൻ തപസ് ചെയ്ത് ഈശനെ കണ്ടു വണങ്ങി പ്രസാദിച്ചു മാധവൻ തന്നെ പാരിഷദന്മാരുടെ പദം തന്നതിപ്പോഴും പരിചരിച്ചിന്നെയും വൈകുണ്ഠലോകം ക്രമിച്ചു വാണിടുവാൻ വൈകേണ്ടതേതുമില്ലെന്നറിഞ്ഞിടു നീ അംഗദനോടിവണ്ണം പവനാൽപതൻ മംഗല വാക്കുകൾ ചൊല്ലി പലതരം ആസ്വദിപ്പിച്ചുടൻ വിദ്യാജലംബുക്കു കാശ്യപി പുത്രിയെ നോക്കി സുതൻ ദക്ഷിണവാരിധി ശീലം മനോഹലംബുക്കു മഹേന്ദ്രാചലേന്ദ്രപദം മുതാ ദുസ്തരമേറ്റമഗാധം ഭയങ്കരം ദുഷ്പ്രാപ്യമാലോക്യമർക്കട സഞ്ജയം വൈദ്രാരിപുത്രാത്മജാതികളൊക്കെയും ത്രസ്തരായത്യാകുലം പൂണ്ടിരുന്നുടൻ ചിന്തിച്ചു മന്ത്രിച്ച് തന്യോനമെന്തിനെ ചെയ്തൊരു സംശതമർത്തനാം ഗസുരം പുക്കു പരിഭ്രമിച്ചത്രയും വികുലന്മാരായി കഴിഞ്ഞതു മാസവും കണ്ടാരിൽ മാതിനെ കണ്ടില്ല നാം ദശകണ്ഠനെയും കണ്ടു കിട്ടിയിലപുത്രജിൽ സുഗ്രീവനും കൃഷ്ണദണ്ഡനപ്രേതുലും നിഗ്രഹിച്ചിടും അവൻ നിർണയം ക്രുദ്ധനായുള്ള സുഗ്രീവൻ വഹിക്കയിൽ നിത്യോപവാസേന മൃത്യു ഭവിപ്പത് മുക്തിക്കുന്ന നല്ലൂ നമുക്ക് പാത്തോളമെന്നിസം നിരോധിച്ചുറച്ചു കവികുലം കിടന്നിതെല്ലാവരും കൽപ്പിച്ചതിങ്ങനെ നമ്മെ നോക്കവർ ജാനകി ജീവനസ്മരണം ജയ ജയ രാമ രാമ. തുളസിയെ ഇല്ല എല്ലാം ഇട്ടിട്ട് സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതി വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ നമ. കടലായി ശ്രീകൃഷ്ണ ഭഗവാന്റെ തൃച്ചരണങ്ങളിൽ ഇന്നത്തെ പാരായണം സമർപ്പിക്കുകയാണ്. ഓം തത്സത്.